സ്നേഹമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് 60-ാമത്തെ ആയത്ത് മുതൽ 70-ാമത്തെ ആയത്ത് വരെയാണ്. ഇതുവരെ പറഞ്ഞതിൽ വളരെ പ്രധാനമായി 2 ചരിത്രങ്ങളെ നമ്മൾ പറഞ്ഞു. ഈ സൂറത്തിലെ സുപ്രധാനമായ 3-ാമത്തെ ഒരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ് അടുത്ത ആയത്ത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകരാണ്, ഒരു സമുദായത്തെ നയിച്ചവരാണ്, വലിയ മഹാനരാണ്, എല്ലാ നിലക്കും ഉന്നതനായ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ കണ്ടുമുട്ടുകയും അവരുടെ ഇടയിലുണ്ടായ ചില സംഭവങ്ങളുമാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. എന്തിനാണ് ഈ സൂറത്തിൽ ഈ സംഭവം കൊണ്ടുവന്നത് എന്ന ചർച്ചയിൽ മഹാന്മാര് പറയുന്നത് കാണാം. നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ വന്ന് മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞു, ഈ ഫക്കീറന്മാരോട് കൂടെയും പാവപ്പെട്ട ദരിദ്രരോടൊന്നിച്ച് നബിയെ ഞങ്ങൾ ഇരിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ വലിയ തറവാടിത്തമുള്ളവരാണ്, വലിയ സമ്പത്തുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവരോടൊന്നിച്ചൊന്നും ഇരിക്കാൻ തയ്യാറല്ല എന്നായിരുന്നല്ലോ അവരെ വാദം. അപ്പോഴാണ് സമ്പത്ത് കൊണ്ട് ഗർവ് നടിക്കരുത്, സ്ഥാനം കൊണ്ട് ഗർവ് നടിക്കരുത് എന്നൊക്കെ ആശയങ്ങൾ മനസ്സിലാക്കാവുന്ന ആയത്തുകളും ചരിത്രങ്ങളും മുമ്പേ നമ്മൾ പറഞ്ഞത്. എന്നാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രത്തിൽ നിന്നും അങ്ങനെ ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. എന്താണത്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മഹാനാണല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകരാണല്ലോ, എല്ലാ നിലക്കും ശറഫുള്ള ആളാണ്, പരിപൂർണതയുള്ള ആളാണ്, പ്രവാചകരാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്വേഷിച്ചു പോവുകയാണ്. ഇത്രയും വലിയ മഹാനായ ഒരു നബി, ആ നബി പ്രവാചകർ അവര് ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്വേഷിച്ച് ഇൽമ തേടി പോവുകയാണ്. ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്കൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇല്ലാത്ത വിവരങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ വിവരം നേടാൻ വേണ്ടി ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്വേഷിച്ച് വിനയാന്വിതനായി പോവുകയാണ്. അപ്പോൾ അവിടെ തവാളു കാണിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വലിയ മഹാനാണെങ്കിലും ഒരു പുതിയ വിവരം കിട്ടാൻ വേണ്ടി വിനയം കാണിക്കുന്നു, കിബർ കാണിക്കുന്നില്ല എന്നുകൂടെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിൽ ഈ ചരിത്രത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതായാലും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ചരിത്രം ഞാൻ കുറഞ്ഞ രൂപത്തിലൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവർ പറയുകയാണ്, സമിഅതു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? യഖൂലു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ചരിത്രം. കാരണം ഇത് കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണല്ലോ. അൽ കഹ്ഫിന്റെ സംഭവമൊക്കെ ഒരുപാട് വർഷം മുമ്പ് നടന്നതാണല്ലോ. അപ്പൊ മുമ്പേ നടന്ന സംഭവം ഖുർആനിൽ ചെറിയ രീതിയിൽ പറഞ്ഞപ്പോൾ അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ പറയുകയാണ്, ഖാമ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖതീബൻ ഫീ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീല് അവരുടെ ഇടയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഭാഷണം നടത്തുകയാണ്, എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്.
കാരണം അവരെ പ്രവാചകനാണല്ലോ. അങ്ങനെ പ്രവാചകര് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ചോദ്യം വന്നു. അല്ലയോ നബിയേ, അയ്യുന്നാസി അഅലമു, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ ഇൽമുള്ള ആള് ആരാണ് നബിയേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അനുയായികൾ ചോദിക്കുകയാണ്, ആരാണ് നബിയെ ഏറ്റവും വിവരമുള്ളവർ? ഫഖാല അന അഅലമു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ് ഇൽമുള്ളവൻ, അറിവുള്ളവൻ. അത് അഹങ്കാരത്തിന്റെ വർത്തമാനമല്ല. ഒരു പ്രവാചകൻ ആ അനുയായികളുടെ ഇടയിൽ അവർ തന്നെയാണ് ഏറ്റവും വിവരമുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അന സയ്യിദു വൽദി ആദമ വലാ ഫഖറ, ഞാനാണ് ആദം സന്തതിയുടെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ളവർ ഞാനാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല യാഥാർത്ഥ്യമായി കൊടുത്ത ഒരു സംഭവമാണ്. അത് പറയേണ്ട ഇടങ്ങളിൽ അവർ പറഞ്ഞിട്ടുമുണ്ട്. എന്നതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമുദായത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിവരമുള്ളവൻ ഞാനാണ്. സംശയമൊന്നുമില്ല ആർക്കും. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല വിവരമുള്ള ആളാണല്ലോ, അള്ളാന്റെ പ്രവാചകരും കൂടെയാണ്. പക്ഷേ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അല്ല, വഹീ നൽകി, നിങ്ങളെക്കാൾ വിവരമുള്ള ഒരാളുണ്ട്. ആരാണത്? ആ ആളെ നിങ്ങൾ കാണണം. മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുണ്ട്. ഹുവ അഅലമു മിൻക, അവർക്ക് നിങ്ങളെക്കാൾ വിവരമുണ്ട്. എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാത്ത പല കാര്യങ്ങളും ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം. ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്. എന്റെ ഒരു അടിമയുണ്ട്, ആ അടിമക്ക് ഒരുപാട് വിവരങ്ങൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാത്ത പലതും അവർക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, അതാരാണ്, എങ്ങനെയാണ് ഞാൻ അവരിലേക്ക് എത്തിപ്പെടുക? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് എത്തിപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ പോകണം. നിങ്ങൾ പോകുമ്പോൾ ഒരു മത്സ്യത്തെ നിങ്ങളുടെ കൊട്ടയിൽ വെക്കണം. എന്നിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ ആ മത്സ്യത്തെയും ചുമന്നുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിയിൽ കുറെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് നിങ്ങളെ മത്സ്യത്തെ കാണാതാകും. മത്സ്യം ചാടിപ്പോകും. ആ മത്സ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എവിടെയാണോ, ഫഹുവ സമ്മാ, അവിടെയാണ് ഞാൻ പറഞ്ഞ എന്റെ അടിമയുള്ളത്. ഇത് തന്നെ പറഞ്ഞു കൊടുക്കുന്ന അടയാളം തന്നെ ഒരു പിടുത്തല്ലാത്ത അടയാളമാണ്. ഒരു മത്സ്യത്തെ നിങ്ങൾ ചുമന്നു കൊണ്ടുപോകണം. ആ മത്സ്യം നിങ്ങളുടെ കൊട്ടയിലാക്കി നിങ്ങൾ കൊണ്ടുപോകുമ്പോ നിങ്ങളെടുക്കുന്ന മിസ്സിങ് വരുന്നത് എവിടെയാണോ അവിടെയാണ് ഞാൻ പറഞ്ഞ അടിമയുള്ളത്. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന അടയാളമാണ്. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത് കണ്ടില്ലേ? യാതൊരു പിടിയില്ലാത്ത ലൊക്കേഷനാണ് കൊടുത്തത്. എങ്ങനെയാണ് ഇതെവിടെ മിസ്സായി പോകുന്നത് എങ്ങനെ അറിയും? ഏതായാലും മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വിനയാന്യുതനാണ്. അറിവുണ്ടെങ്കിൽ, അറിവ് നേടണമെങ്കിൽ എവിടെയും വിനയം കാണിക്കണം. എവിടെ പോയിട്ടാണെങ്കിലും അറിവ് നേടുന്നത് അവിടെ പോയിട്ട് നേടണം. അറിവ് ഇല്ലെങ്കിൽ ഉള്ളതുപോലെ നടിക്കാൻ പാടില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠമാണ്. മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെടുകയാണ്. എന്നിട്ട് പുറപ്പെടുമ്പോൾ അതാ കൂടെ ആരാണ്? ഒരു ഖാദിമുണ്ട്, ഒരു യുവാവുണ്ട്. ആരാണ് ആ ഖാദിമ് എന്നറിയുമോ? വഹുവ യൂശഅ ഇബ്നു നൂൻ എന്ന് പറയുന്നവരാണ്. രണ്ടുപേരും കൂടിയിട്ട് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ രണ്ടുപേരും പോയി ഒരുപാട് യാത്ര ചെയ്തു. അങ്ങനെ അതാ അവര് കുറെ അങ്ങ് യാത്ര ചെയ്തപ്പോൾ ഒരു വലിയ പാറക്കല്ലിന്റെ അടുക്കലെത്തി. ആ പാറക്കല്ലിന്റെ അടുക്കലെത്തിയപ്പോൾ അവര് രണ്ടുപേരും ക്ഷീണിതരാണല്ലോ.
അവിടെ കുറച്ചു നേരമൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പാറക്കല്ലിൽ രണ്ടുപേരും ഇറങ്ങി അവിടെ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് മത്സ്യത്തെ ചുമന്നിരുന്ന കൊട്ടയവിടെ വെച്ചു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടില്ല. ആ കൊട്ടയിൽ നിന്ന് മത്സ്യം അങ്ങോട്ട് വീണു. അതാ പാറക്കല്ല് ഒരു കടലിന്റെ തോരത്താണ്. കടലിലേക്ക് ആ മത്സ്യം അങ്ങ് ചാടിപ്പോയി. ആ മത്സ്യം ചാടിയതാര് കണ്ടു? കൂടെയുള്ള ഖാദിമ കണ്ടു. ആ ഖാദിമ ഈ മത്സ്യം വീഴുന്നത് കാണുന്നുണ്ട്. ആ മത്സ്യം പോയതോ അതും വലിയ ഒരു അത്ഭുതം കാണിച്ചിട്ടാണ്. മത്സ്യം വെള്ളത്തിലേക്ക് ഊളിയിട്ട ഭാഗത്ത് അതാ ഒരു ഹോള് വന്നിരിക്കുന്നു. പോയ വഴി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വിള്ളല് സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ ഖാദിമ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാൻ വിട്ടു. ലൊക്കേഷനിലെത്തി. പക്ഷെ മൂസാ നബിക്കാണ് ഇപ്പൊ അറിയാം മീൻ ചാടിയ സ്ഥലത്താണ് നിങ്ങൾ ആളെ തരേണ്ടത്. പക്ഷെ ഖാദിമ് മീൻ ചാടി പോണത് കണ്ടു. പക്ഷെ മൂസാ നബി എഴുന്നേറ്റപ്പോഴേക്ക് പറയാൻ വിട്ടു. അവർ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അവർ വീണ്ടും പോയി. പിറ്റേ ദിവസമായി യാത്ര ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുള്ള ഖാദിമിനോട് പറഞ്ഞു, നമ്മുടെ പ്രാതല് ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം ഇങ്ങോട്ടെടുക്ക്. ഭക്ഷണം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മത്സ്യത്തിന്റെ ഓർമ്മ വന്നത്. മത്സ്യത്തെ കാണാനില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഖാദിമ പറഞ്ഞു, ഞാൻ മറന്നുപോയതാണ്. ഇന്നലെ നമ്മൾ വിശ്രമിച്ച ആ പാറപ്പുറത്തിരിക്കുന്ന സമയത്ത് ആ മത്സ്യം കടലിലേക്ക് വീണുപോയത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ അത് മറപ്പിച്ചു കളഞ്ഞതാണ് എന്ന് ഖാദിമ പറയുകയാണ്. ആ ഖാദിമ അങ്ങനെ പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതാണല്ലോ നമ്മുടെ ലൊക്കേഷൻ. ആ ലൊക്കേഷനിൽ നിന്നും വിട്ട് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണമെന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. രണ്ടുപേരും തിരിച്ചു പോവുകയാണ്. ഇങ്ങോട്ട് വന്ന വഴി തന്നെ തിരിച്ച് കറക്റ്റ് അറിയണമല്ലോ. അവരുടെ കാലിന്റെ അടയാളം വെച്ച് കാൽപ്പാടുകൾ നോക്കി രണ്ടുപേരും നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ ആ വിശ്രമിച്ച പാറപ്പുറത്തെത്തി. അവിടെ എത്തിയപ്പോതാ ആ പാറപ്പുറത്ത് ഒരാള് പുതച്ച് മൂടി കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോന്നപ്പോ ആളെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ലൊക്കേഷൻ എത്തി തന്നെ ഉള്ളൂ. ആളപ്പോ അവിടെ ഇല്ല. പിന്നെ ഇവര് ഇവിടെ വന്നു. ഇവിടെ നിന്ന് വഴി തെറ്റി തിരിച്ചങ്ങോട്ട് തന്നെ ചെന്നപ്പോ ആ പാറന്റെ മുകളിൽ ഒരാളിങ്ങനെ പുതച്ച് മൂടി കിടക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് ആ പുതപ്പിന്റെ അടുത്ത് നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലെ ആളുകൾക്ക് സലാം പറയുന്ന ഒരു ശീലമൊന്നുമില്ല. അപ്പൊ ആരാപ്പൊ ഇവിടെ ഒരു സലാം പറയുന്ന ആള് വന്നിട്ടുള്ളത്? ആരാണ് ഈ സലാമിന് ശീലമുള്ള ഒരാൾ വന്നിട്ടുള്ളത് ചോദിച്ചപ്പോ, നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ മൂസയാൻ. അപ്പോൾ ചോദിച്ചു, മൂസ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ പ്രവാചകനായ മൂസയാണോ? അതെ, ഞാൻ ബനു ഇസ്രായേലിൽ നിന്ന് വരികയാണ്. എന്തേ വന്നത് എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, എന്റെ അടുക്കലില്ലാത്ത ഒരുപാട് ഇൽമ് അങ്ങയുടെ അടുക്കലുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് പഠിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംഭാഷണം നടത്തുന്നു. ആ സംഭാഷണം നടത്തിയപ്പോ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ കൂടെ നിങ്ങൾക്ക് കൂടണമെങ്കിൽ ക്ഷമ വേണ്ടേ? മൂസാ നബി ചോദിച്ചു, ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കൂടട്ടെ, പുതിയ ഇൽമുകളൊക്കെ ഒന്ന് പഠിക്കണം, അതുകൊണ്ട് നിങ്ങളെ കൂടെ ഞാനൊന്ന് കൂടട്ടെ, എനിക്ക് അങ്ങിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടട്ടെ. അപ്പൊ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ കൂടെ കൂടാനൊന്നും നിങ്ങൾക്ക് ക്ഷമയില്ല, എന്റെ കൂടെ കൂടുന്ന നല്ല ക്ഷമ വേണം. അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ എല്ലാം സഹിച്ചോളാം, ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങയുടെ കൂടെ കൂടാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ ഒരു ഡിമാൻഡ് ഉണ്ട്, എന്റെ കൂടെ വന്നിട്ട് അതും കാണുമ്പോ അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്, ചിലപ്പോൾ നിങ്ങൾ അറിവിനനുസരിച്ചാവൂല എന്റെ അറിവുകൾ,
അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുക. അതുകൊണ്ട് ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യരുത്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് വിശദീകരിച്ചു തരും. അതുവരെ എടുത്തു ചാടി എന്നോട് ചോദ്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞു. അവർ രണ്ടുപേരും യാത്ര തുടങ്ങുകയാണ്. അതാണ് ഖുർആനിന്റെ 70-ാമത്തെ അൽ കഹ്ഫിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടത്തെ കൂടെയുള്ള ആ യുവാവിനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം നബിയെ, അനുസ്മരിക്കണം നബിയെ. അല്ലാഹു തആല ഖുർആനിലായത്തിൽ പറയാണ്, എന്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുള്ള ഖാദിമിനോട് പറഞ്ഞത്? ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംളിയ ഹുഖബാ. നമ്മുടെ ഈ യാത്ര നമ്മൾ അങ്ങ് പുറപ്പെടുകയാണ്. എന്തിനാണ് പുറപ്പെടുന്നത്? ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനാണ്. അത് എത്ര നീണ്ടാലും പ്രശ്നമില്ല. ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി, രണ്ട് സമുദ്രങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വരെ. അതല്ലെങ്കിലോ ഔ അംളിയ ഹുഖബാ, അതല്ലെങ്കിൽ കാലങ്ങൾ നമ്മൾ അങ്ങ് ദീർഘമായി യാത്ര ചെയ്തേക്കും. എന്തായാലും നമ്മൾ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് ബഹറിന്റെ കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം മജ്മഅൽ ബഹ്റൈൻ. അതേതാണ് സ്ഥലം? റോമിന്റെയും പേർഷ്യയുടെയും സമുദ്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അപ്പോ അങ്ങനെയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ യാത്ര എങ്ങനെ തുടരും എന്ന് പറഞ്ഞു. തുടക്കത്തിൽ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുള്ളവരോട് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫലമ്മാ ബലഗ മജ്മഅ ബൈനഹിമാ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബാ. ചരിത്രം ബാക്കി ഭാഗങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതാണ് ഞാൻ പറഞ്ഞത്. ആയത്തിൽ അല്ലാഹു വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അവരങ്ങനെ പുറപ്പെട്ടു. എന്നിട്ടോ ഫലമ്മാ ബലഗ മജ്മഅ ബൈനഹിമാ നസിയാ ഹൂതഹുമാ, അവരുടെ മത്സ്യത്തെ അവർ യാത്രക്കിടയിൽ മറന്നുപോയി. ആ രണ്ട് സമുദ്രങ്ങൾക്കിടയിലെത്തിയ സമയത്ത് ആ മത്സ്യത്തെ അവര് മറന്നുപോയി. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബാ, അവരുടെ മത്സ്യം ആ കടലിലേക്ക് അങ്ങ് ചാടി. ആ കടലിൽ ആ മത്സ്യം പോയ അടയാളം ബാക്കി വെച്ചിട്ടാണത് പോയത്. അങ്ങനെ ഫലമ്മാ ജാവസാ, ആ സ്ഥലത്ത് നിന്ന് മത്സ്യം പോയതറിയാതെ, ലൊക്കേഷനിൽ എത്തിയതറിയാതെ അവർ വീണ്ടും പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ടു. കുറെ അങ്ങ് പോയപ്പോൾ അതാ പിറ്റേ ദിവസമായപ്പോ ഖാല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ലിഫതാഹു, കൂടെയുള്ള ഖാദിമിനോട് പറയുകയാണ്, ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. മോനെ, രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഇങ്ങെടുത്ത്. യാത്ര ചെയ്തിട്ടാകെ തഅബാനായി പോയല്ലോ, ആകെ ക്ഷീണിച്ചു പോയല്ലോ, ഭക്ഷണം എടുത്തേ. അപ്പോഴാണ് ശിഷ്യനപ്പോഴാണ് ഖാദിമ് പറഞ്ഞത്, ഖാല അറഅയ്ത ഇദ് അവൈനാ ഇല സഖറതി ഫഇന്നി നസീതുൽ ഹൂത വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ. അല്ലയോ മൂസാ നബിയേ, കഴിഞ്ഞ ദിവസം പാറപ്പുറത്തിരിക്കുന്ന സമയത്ത് ആ മത്സ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഫഇന്നി നസീതുൽ ഹൂത വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ, ശൈത്വാൻ എന്നെ അത് മറപ്പിച്ചു കളഞ്ഞു. അങ്ങയോട് പറയാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട് നബിയേ. വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബാ. ആ മത്സ്യം പോയ പോക്ക് വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കിയിട്ടാ പോയത്. കടലിൽ അത് പോയ വഴിയിലൊരു ഹോള് കാണുന്നുണ്ട്. അങ്ങനെ അത്ഭുതമുണ്ട്. പക്ഷെ എന്നെ ശൈത്താനത് മറപ്പിച്ചു കളഞ്ഞു നബിയെ, ഞാനത് മറന്നുപോയല്ലോ പറയാൻ. അത് ഇന്നലെ പാറപ്പുറത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൂടായതൊന്നുമില്ല, ഖാദിമിനോട് ദേഷ്യപ്പെട്ടതോ ചൂടായതോ ഒന്നുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ
قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. മോനെ, ആ സ്ഥലല്ലേ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. നമ്മളെ ലൊക്കേഷൻ അതാണ്, നമ്മൾ അതാണ് അന്വേഷിച്ച് നടക്കുന്നത്, ആ സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഫർതദ്ദാ റജഅ, അവർ രണ്ടുപേരും തിരിച്ചു മടങ്ങി. അലാ ആസാരിഹിമാ, അവർ നടന്നു വന്ന കാൽപ്പാടുകൾ നോക്കി അവർ തിരിച്ചങ്ങോട്ടും നടന്നു. അങ്ങനെ നടന്നവരാ പാറക്കല്ലിന്റെ അടുത്തേക്ക് എത്തിപ്പോയി. അവിടെ എത്തിയപ്പോഴാണ് ഫവജദാ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അവര് രണ്ടുപേരും ആ പാറയുടെ അടുക്കലേക്ക് അങ്ങ് എത്തിച്ചേർന്നപ്പോൾ അബ്ദൻ മിൻ അബ്ദിനാ, അല്ലാഹു തആല പറയാണ് നബി തങ്ങളോട്, എന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുണ്ടെന്ന് പറഞ്ഞില്ലേ? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ വിവരമുള്ള ആളുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമാണത്. ആ പാറയുടെ അടുക്കലേക്ക് അവർ ചെന്നപ്പോൾ അബ്ദൻ മിൻ ഇബാദിനാ, ആ അടിമ എവിടെയുണ്ട്? ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. നമ്മളടുക്കൽ നിന്ന് പ്രത്യേകമായ ഇൽമ നൽകിയിട്ട് അറിവ് കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച മഹാനായ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം ആ പാറപ്പുറത്തുണ്ട്. അവരടുക്കലേക്ക് എത്തി, സംഭാഷണങ്ങളൊക്കെ നടന്നു. എന്നിട്ട് അടുത്തായിട്ട് അല്ലാഹു പറയുകയാണ്, ഖാല ലഹു മൂസാ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, നിങ്ങൾക്ക് അല്ലാഹു നല്ല ഇൽമ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് പഠിക്കാൻ ഞാൻ നിങ്ങളെ കൂടെയൊന്ന് കൂടട്ടെയോ? അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഖാല ഇന്നക ലൻ തസ്തതീഅ മഇയ സബ്റാ, മൂസാ നബിയോട് ഖളർ അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ കൂടെ പോരാൻ നിങ്ങൾക്ക് വലിയ ക്ഷമയുണ്ടോ? വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറാ, സൂക്ഷ്മമായി വിഷയങ്ങൾ അറിയാത്ത നിങ്ങളെ പിന്നെ എങ്ങനെയാണ് എന്റെ കൂടെ നടന്നിട്ട് ക്ഷമിക്കുന്നത്? ഞാൻ ചെയ്യുന്നത് പലതുമുണ്ടാകും, നിങ്ങൾ എങ്ങനെ ക്ഷമിക്കാനാണ്? അപ്പോഴും മൂസാ അലൈഹിസ്സലാം വിട്ടില്ല. ഒരറിവ് ഒരാളടുക്കൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം താകണം അത്രത്തോളം നമ്മൾ താകാനാണ് ശ്രമിക്കേണ്ടത്. വിവരം നമ്മൾ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റുന്നത് പോലെ താകണം. അങ്ങനെ ലഭിക്കുന്ന ഇൽമിനെ, അങ്ങനെ നേടുന്ന ഇൽമിലെ ബറക്കത്തുള്ളൂ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രവാചകനല്ലേ? തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി അവസരം കിട്ടിയ മഹാനല്ലേ? ആ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ താണുകൂന്ന് പറയുന്നത്, ഞാൻ ക്ഷമിച്ചോളാം. ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസീ ലക അംറാ, എന്റെ അടുക്കൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കൂല. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ ക്ഷമിച്ചോളാം, എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം സമ്മതം മൂളുകയാണ്. ഒരു ഡിമാൻഡ് ഉണ്ട്. ഖാല ഫഇനി തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹദിത ലക മിൻഹു ദിക്റാ, നിങ്ങളെ എന്റെ കൂടെ വരുമ്പോ, നിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫലാ തസ്അൽനി, പലതും നിങ്ങൾ കാണാനിടയുണ്ട്, പക്ഷേ എന്നോട് ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. അൻ ശൈഇൻ, ഒരു വസ്തുവിനെ കുറിച്ചും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ എന്റെ കൂടെ വരുമ്പോൾ എന്റെ പല സംഗതികളും നിങ്ങൾ കാണും, പക്ഷേ ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞ അടക്കി അവിടെ നിർത്തില്ല, കാരണം കൂടെ പറയുന്നുണ്ട്. ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റാ, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു തരും. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തെറ്റായിട്ടാണ് കാണുക. ഇന്ന് ചില ഔലിയാക്കളുണ്ട്, പുതിയ പുതിയ മസ്താന്മാർ ഔലിയാക്കൾ. ഒന്നും ചോദിക്കാൻ പാടില്ല. അവർക്ക് റമദാനിന് പച്ച പകല് പട്ടാ പകല് ബിരിയാണി ഒക്കെ കഴിക്കാം, ചോദിക്കാനേ പാടില്ല. 5 വക്ത് നിസ്കരിച്ചൂല, ചോദിക്കാൻ പാടില്ല.
ഇങ്ങനെ കുറെ ഔലിയാക്കന്മാരുണ്ട്. ഇതല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഷെയ്ഖ് അവിടെ ആ സമയത്തുള്ള ആ ഇൽമ നേടാൻ ചെന്ന ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എന്റെ കൂടെ വരുമ്പോ പലതും കാണും, ചോദിക്കരുത്. അവിടെ നിർത്തിയിട്ടില്ല, ഞാൻ വിശദീകരിച്ചു തരും. നിങ്ങൾക്ക് ചിലപ്പോ തെറ്റായിട്ടായിരിക്കും തോന്നുക, അത് ഞാൻ വിശദീകരിച്ചു തരും, അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകൂല. ശേഷമുള്ള ബാക്കിയുള്ള ആയത്തുകൾ അത് പറയുന്നുണ്ട്. ഈ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, എടുത്ത് ചാടി ചോദിക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല, തെറ്റല്ലേ. അപ്പൊ മഹാനായ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ ക്ഷമിച്ചു എന്ന് പറയും. കുറച്ചു കഴിഞ്ഞ് ലാസ്റ്റ് അതിന്റെ സന്ദർഭങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ എത്രയോ ഉത്തമമായിരുന്നു ആ സംഗതികളെന്ന് പിന്നീട് ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. അങ്ങനെ മഹാനായ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ചോദിക്കാൻ പാടില്ല, ഞാൻ അത് വിശദീകരിച്ചു തരും, നിങ്ങൾ എന്ത് ചെയ്യണം, സമാധാനത്തോടെ എന്റെ കൂടെ വരണം. മഹാനായ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരം ഒരു കടലിന്റെ തീരത്തിലൂടെ നടന്നു. അങ്ങനെ അവർ രണ്ടുപേരും പോകുമ്പോൾ ഒരു കപ്പൽ വരുന്നുണ്ട്. ആ കപ്പലിലെ ആളുകളെ അവർ വിളിച്ചു. ആ കപ്പലിലേക്ക് അവർ കയറി. ആ കപ്പലിൽ അവർ യാത്ര തുടരുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.